ആസിഫ ഈ പെണ്ണ് കാണുന്ന പരിപാടി ഞാൻ നിർത്തി. ഇനി കല്യാണം വേണ്ട, ഒരു തേങ്ങയും വേണ്ട. അങ്ങനെ നല്ല നല്ല തീരുമാനങ്ങളൊക്കെ ചങ്ങായി ഇതിനൊരു അവസാനം വേണ്ട. എത്ര കാലം ഇതിന് പിന്നാലെ അടക്കം തുടങ്ങിയിട്ട്. ശരിയാണ്. എന്റെ കൂടെ പെണ്ണാണോ വന്ന് ചായ കുടിച്ചു മനുഷ്യന്റെ ഷുഗർ ഇപ്പൊ 300 ലോട്ടറി കടയിൽ നിന്നിട്ട് പെണ്ണ് സെറ്റ് ആവില്ല എന്നാണ് ഞാൻ ഗൾഫിൽ പോയത്. ഇപ്പൊ 2 മാസത്തെ ലീവിന് വന്നിട്ട് നീട്ടി 4 മാസമായി. എടാ ഈ പെണ്ണ് സെറ്റ് ആവാത്ത അനക്ക് മാത്രമല്ല, കേരളത്തിൽ ഈ അവസ്ഥയിൽ നെഞ്ചു നീര് ജീവിക്കുന്ന ആയിരക്കണക്കിന് യുവാക്കളുണ്ട്. ഇന്ന് നമ്മൾ 4 വീട്ടിൽ പെണ്ണാൻ പോയി. അതിന് 3-ാമത്തിന്റെ റിസൾട്ട് വണ്ടി കയറുമ്പോ തന്നെ തീരുമാനം. അവർക്ക് തന്നെ പറ്റാത്തതിന്റെ കാരണങ്ങൾ വെക്കുമ്പോഴേക്ക് ചിരി വരില്ല. ആടോ ഞാൻ ചിരിച്ചപ്പോ പല്ല് കണ്ടതിന്റെ പേരിൽ ഒരു കാര്യം പറയും. ഓള് ചിരിക്കുമ്പോ പിന്നെ മുല്ലപ്പൂവല്ല ഒഴിഞ്ഞോകല്. പിന്നെ പറഞ്ഞ എന്റെ പെരേക്ക് വരുന്ന വഴി ശരിയല്ല. ഓളെ വരെയൊക്കെ നമ്മൾ നീന്തിട്ടാവും പോയിട്ടുണ്ടാവും. എന്റെ കിണറ്റിലെ വെള്ളം ശരിയല്ലാണ്ടൊന്നും പോടും. ഓളെ വരയിലാണെങ്കിൽ കിണറന്നില്ല. വേറെ ഒന്നും പോണെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം കുറവാന്നാണ്. ഓളാണ് 10ാം ക്ലാസ് തൊട്ട് വരെയിരിക്കണം. എന്തിന് ചെക്കന്റെ വീട്ടിൽ ആട്ടും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം മുടങ്ങിയോടും. ഇനി ഇതൊക്കെ ശരിയാണെങ്കിലും മുടക്കാൻ വേറൊരു വില്ലൻ വരും. ജാതകം. ആ ബ്രോക്കർ വില്ല തുടങ്ങി. ആ നായനാണ് ആദ്യം തല്ലണ്ടേ. ഇരിക്കണ്ട. എന്താ നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത? ഇന്ന് 4 വീട്ടിലല്ലേ പോയത്? 500 വെച്ച് 2000 എടുക്ക്. 3-ാമത്തിന്റെ റിസൾട്ട് ഫ്ലോപ്പാണ്. അതുകൊണ്ട് 1500 മതി. ഈ തമാശ കളിക്കല്ല, 500 കൂടി എടുക്ക്. ഇജ്ജിപ്പായിട്ട് പോവാൻ നോക്ക്. ആസിഫ വാടാ. ഞാൻ നേരത്തെ ടീമിനെ പെണ്ണാണ് പറഞ്ഞില്ല. ആ ടീം നമുക്ക് വേണ്ടട്ടാ. ഞാൻ അതിനേക്കാൾ നല്ലൊരു ടീമിനെ കൊണ്ടുവന്നേരാം. എടാ ബ്രോക്കർമാര് പണി തരുമോ? ഏയ് അയാളൊരു പാവാടാ. ഹലോ എടാ അതും മുടങ്ങിയടാ. ഓൻ സാധുല്ല, നാറിയന്നെയാണ്. എന്നോടാണ് അവന്റെ കളി. ഇനിയിപ്പോ എന്താ ചെയ്യാ? 2 ഓപ്ഷനാണ് എന്റെ മുന്നിലുള്ളത്. 1 നല്ലൊരു പെണ്ണിനെ പ്രേമിച്ച് ചാടിക്ക്. 2 നല്ല പൈസ ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിക്കാതെ രാജാവിനെ പോലെ ജീവിക്ക്. ഇതിലേത് വേണോ? 2-ാമത്തെ ഓപ്ഷൻ. അത്താണ്.